ഹലോ ഗായ്സ്, ഇന്ന് ജൂൺ 1. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒഫീഷ്യലി ജൂൺ 1 ആണല്ലോ, എല്ലാവരുടെയും സ്കൂളൊക്കെ തുറക്കുക പൊതുവേ ആയിട്ട്. സോ അങ്ങനെ ഒരു ഡേ ഇന്നത്തെ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ കുറേയായി ഫുൾ വ്ളോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറ്റിയ ദിവസം ഇത് ഇപ്പം തന്നെ വന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂണിഫോമൊക്കെ അയൺ ചെയ്യുന്നത്. ഇത് സ്റ്റീമർ വെച്ചിട്ട് ഫുൾ ഈസി ആയിട്ട് സ്റ്റീം ചെയ്യും. പിന്നെ എൻ്റെ ഇതുമ്മത്തെ പാറ്റേൺ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ ടോപ്പ് അധികം തേച്ചില്ലെങ്കിൽ അറിയില്ല ചുളി വന്നു. പക്ഷേ കോട്ട് നന്നായിട്ട് തേക്കണം. സാധാരണ ഇത് അമ്മ തേച്ച് വെക്കുകയാണ് ചെയ്യാറ്, എന്നിട്ട് ഞാൻ കുളി കഴിഞ്ഞിട്ട് ഇടുകയാണ് ചെയ്യാറ്. പിന്നെ ഇന്ന് സമയം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോയതാണ്. പിന്നെ നീലും ഞെർസും ഋതൊക്കെ ഇതേ റെഡി ആയി നിൽക്കുന്നുണ്ട്. അവർ യൂണിഫോം മാറ്റിയതാണ് കേട്ടോ, സ്കൂളിലത്തെ ദേവസ്വത്തിലത്തെ. മുന്നേ വേറെ യൂണിഫോം ആയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ നല്ല പിങ്ക് ആൻഡ് ബ്ലൂ ഒക്കെ ആക്കിയിട്ട് നല്ല രസമുണ്ട്, ക്യൂട്ടുണ്ട്. ഇവർക്കൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടുണ്ട് കേട്ടോ, 2 കൊമ്പൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ അവരെ യാത്രയാക്കിയിട്ട് ഞാൻ വേഗം കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു ട്രാൻസിഷനാണ് ഞാൻ വിചാരിച്ചത് ഈ ഭാഗത്ത്. പക്ഷെ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, കാരണം ഞാൻ വിചാരിച്ച പോലെ ട്രാൻസിഷൻ ആയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ എനിക്ക് മുടി ഉണക്കാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു. സാധാരണ തല നനയ്ക്കുന്ന ദിവസമൊക്കെ ആകുമ്പോൾ യൂഷ്വലി നനയ്ക്കാറുണ്ട്, എന്നാലും ഫുള്ളായിട്ട് അങ്ങോട്ട് ഉണങ്ങാറില്ല. അത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പലരും നെഗറ്റീവ് പറയാറുള്ളൊരു കാര്യമാണത്. പിന്നെ ഫാനിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കുറേ ഉണക്കി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് ഉണങ്ങി. പിന്നെ വീഡിയോയിൽ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ടാഗ് ചെയ്താട്ടെ. ലെഫ്റ്റ് സൈഡിൽ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. സൺസ്ക്രീൻ എന്ന് വെച്ചാൽ കുറച്ച് കട്ടിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സംഭവം ഞാൻ പർപ്പസ്ഫുള്ളി ഇട്ടതല്ല, അതാക്കിയപ്പോൾ കുറച്ച് കട്ടിയിൽ വന്നതായിരുന്നു. നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു എണ്ണമയം പോലെ വീഡിയോയിൽ തോന്നുന്നുണ്ട്, പക്ഷേ ഇൻ റിയൽ ഇങ്ങനെ ഇല്ല. പിന്നെ ലിപ് ബാം ഇടും. ലിപ് ബാമൊന്നും ഞാൻ പണ്ട് ഇട്ടിരുന്നില്ല കേട്ടോ. സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് എന്തോ മാതിരിയായിരുന്നു. പിന്നെ എൻ്റെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ലിപ് ബാം ഇടുന്നത്. പിന്നെ ഇങ്ങനെ കളറിലുള്ള ലിപ് ബാം എനിക്കധികം ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ, ഇത് അധികം കളറൊന്നും ഇല്ല കേട്ടോ, വാസ്ലിൻ്റെ ലിപ് ബാമാണ്. പിന്നെ ഈ ഐലൈനറിൻ്റെ ലിങ്ക് ഇല്ല. ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഐലൈനറൊക്കെ എഴുതുന്നത്. പൊതുവേ ഞാൻ ഇതൊന്നും എഴുതാറില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സമയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പുട്ട് ഇന്ന് ഗോപിപ്പൊട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഇങ്ങനെ നേരെ കൊണ്ട് വെച്ചാൽ എനിക്ക് തീരെ ഭംഗിയുണ്ടാവില്ല എന്ന് മാത്രമല്ല, അതായത് എനിക്ക് സ്യൂട്ടാവില്ല. അപ്പം ഞാൻ ഇപ്പോഴും അത് കട്ട് ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. ആദ്യമായിട്ടൊക്കെ മുന്നേ വെച്ചപ്പോൾ ഭയങ്കര എന്തോ മാതിരിയായിരുന്നു. പിന്നെ അത് ഞാൻ വെച്ചിട്ട് എൻ്റെ ഫേസിനോട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് ഇടിപ്പിച്ചു. പിന്നെ ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ലിപ് ബാം പോയപ്പം. പിന്നെ വീണ്ടും കുറച്ച് നേരം ഞാൻ ഫാനിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു. മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി ഉണക്കി എടുത്തു. ഭയങ്കര ഡ്രൈ ഒന്നും ആയിരുന്നില്ല, ഒരു 80% ഒക്കെ ഡ്രൈ ആയിരുന്നു. പിന്നെ ഇന്ന് ഇഡ്ഡലിയും ചട്നിയുമായിരുന്നു. അപ്പോൾ ഇഡ്ഡലി വല്ലാത്ത സ്റ്റൈലിൽ പോയി, ഞാൻ ഇഡ്ഡലി എന്നാണ് പറയുക. അതും ചട്നിയായിരുന്നു. എനിക്ക് ചട്നി അധികം താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ 2 കഴിച്ചുള്ളൂ. സാമ്പാറാണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ കഴിച്ചായിരുന്നു. കുറച്ചുകൂടെ മീൻസ് കുറേയൊന്നും അല്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം മുടി കെട്ടാൻ വേണ്ടി പോയിട്ട്, ഞാനിതൊക്കെ സ്ലോ മോഷനായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ചേർന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ എണീറ്റത്. ഇന്ന് ഞാൻ 6:45 എണീറ്റിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ 8:15, 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ 8:15 എണീറ്റിട്ട് ഫുൾ ഓട്ടാവും വീട്ടിലുണ്ടാവുക. അതുകൊണ്ട് ഇന്നെന്ന് വെച്ചാൽ ഭയങ്കര പീക്ക് സ്ലോ മോഷനിൽ സമാധാനമായിട്ടായിരുന്നു ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതാണ് ഇത്രയും എനിക്ക് എല്ലാതും ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കണത് എടുക്കാൻ പറ്റാറില്ല, ഫുൾ ഓട്ടമായിരിക്കും. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ 2 സൈഡിൽ നമ്മൾ മെടഞ്ഞൊക്കെ ഇട്ടു. വെക്കേഷൻ ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ ഇടയ്ക്ക് പോണിറ്റെയിലൊക്കെ കിട്ടി പോകാറുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് പറ്റില്ല, റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്. പിന്നെ ഈ സീന് നിങ്ങൾ എല്ലാ വീഡിയോയിലും, ഇപ്പോൾ ഷോർട്ട് വീഡിയോ എല്ലാത്തിലും കാണുന്നതാണ്. ഇവിടുന്ന് എൻ്റെ വാച്ച് എടുത്തിടുക, പിന്നെ സ്പ്രേ അടിച്ച് പൂശുക. ഈ സ്പ്രേയുടെ ലിങ്ക് ആരൊക്കെ ചോദിച്ചിരുന്ന ലിങ്ക് ഇല്ല കേട്ടോ. ഷുഗർ പിങ്ക് എന്താണ് ബ്രാൻഡിൻ്റെ പേര്. ഇത് ദുബായിൽ നിന്ന് ഞാൻ പാപ്പനെ കൊണ്ട് കൊണ്ടുവന്നിപ്പിച്ചതായിരുന്നു. അപ്പോൾ അത് നാട്ടിൽ കിട്ടില്ല. ഞാൻ കുറേ നാട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി, ഇനി വേറെ വെബ്സൈറ്റിലുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കിതേ ഞാൻ പോകാനായിട്ടുണ്ട്. ഇന്ന് തന്നെ രാവിലെ അച്ഛനാണ് കൊണ്ടാക്കി തരാറുള്ളത്. അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ സ്കൂളിലോട്ട് പോവാണ്. പിന്നെ ബാക്കി ഇതേ ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. സ്കൂളിൽ നിന്ന് പോയി വന്നു കഴിഞ്ഞാൽ മുഖമൊക്കെ എന്താണെന്നറിയില്ല, ഇത്രയും ടയേർഡായിട്ട് ഫേസൊക്കെ ആകെ ഇങ്ങനെ ഡള്ളായിട്ടായിരിക്കും കേട്ടോ തിരിച്ച് വീട്ടിലെത്തുന്നുണ്ടാവുക. അങ്ങനെ ഞാൻ മുടിയൊക്കെ അഴിച്ചു. അതും ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞ പോലെ ഓൾറെഡി അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സ്കൂൾ വിട്ട് വന്നാൽ ചെറിയൊരു ഒരു തണുപ്പുണ്ടാവും മുടിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ പോയി മേലൊക്കെ കഴുകി ഫുൾ മുടിയൊക്കെ കെട്ടി വെച്ചു. അത് ഞാൻ ഒന്ന് ചീകി കെട്ടൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഇതേ വന്നു. കുളി മീൻസ് മേലൊക്കെ കഴുകി വന്നു കേട്ടോ. സത്യം പറഞ്ഞിങ്ങനെ ഞാൻ പറയാറുണ്ട്, ലോങ് വീഡിയോ എടുക്കുമ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര എന്തോ മാതിരിയാണ്. എനിക്ക് തോന്നുന്നു കുറേ ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ നമ്മൾ ലോങ് വീഡിയോസ് ഇടണം, അതുകൊണ്ടായിരിക്കും. പിന്നെ കുറേ കമൻറ്റ്സ് എപ്പോഴും വരാറുണ്ട്, ലോങ് വീഡിയോ എല്ലാവരും ലോങ് വീഡിയോ വേണ്ടത്. സോ അതെന്ന് വെച്ചാൽ എനിക്ക് എടുക്കാൻ ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ. പക്ഷേ ഷോർട്ട് വീഡിയോ എടുക്കുന്നതിനെക്കാട്ടിയും
കുറച്ചധികം കൂടുതൽ ടൈം നമ്മൾ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും വേണം. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ടൈം എടുത്തുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ രാവിലെ നേരത്ത് ഈ ലോങ് വീഡിയോ എടുക്കാൻ എനിക്ക് ടൈം കിട്ടാറില്ല. ആ ഷോർട്ട് വീഡിയോയിലാണ് ഞാൻ ചട്ടപ്പട്ടി എന്നാണ് ഞാൻ റെഡിയായി പോകാറുള്ളത്. ആ വീഡിയോയിലാണ് ഞാൻ അത് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഇത്രയും കുറവ് വരുന്നത്. പിന്നെ വീക്കെൻഡ്സിൽ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഉച്ചയ്ക്കാണ് ഞാൻ എണീക്കുക, ലിറ്ററലി ഉച്ചയ്ക്കാണ് ഞാൻ എണീക്കുക. ഒരു മണിക്കൊക്കെയാണ് ഞാൻ എണീക്കാറ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്തായാലും അപ്പം തന്നെ നമ്മുടെ ഒരു ഹാഫ് ഡേ അവിടെ പോയി, എൻ്റെ ഒരു ഹാഫ് ഡേ അവിടെ പോയി. പിന്നെ ബാക്കിയുള്ളത് എണീറ്റ് പതുക്കെ പോയി ഫുഡ് കഴിക്കുക, പിന്നെ അപ്പോഴേക്കും വൈകുന്നേരമായി, പിന്നെ രാത്രി ഒന്നും ഉണ്ടാവില്ല, കിടന്നുറങ്ങി. ഇതേ ഒരു ലൂപ്പാണ് എൻ്റെ വെക്കേഷനിൽ നടന്നുകൊണ്ടിരുന്നത്. സെയിം എക്സാക്ട്ലി ഈ ലൂപ്പായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് നല്ലൊരു ദിവസം എനിക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇല്ല, ഈ സെയിം സംഭവം തന്നെ. പിന്നെ അത് മാത്രമല്ല, ഈ ലോങ് വീഡിയോ എടുക്കുമ്പോൾ എനിക്കെന്ന് വെച്ചാൽ മിനിമം ഒരു 15-20 മിനിറ്റ് ഒക്കെ ഉണ്ടാവണമെന്നാണ് ഇഷ്ടം. കാരണം കുറേ പേർക്ക് ലോങ് വീഡിയോസ് കണ്ടിരിക്കാൻ ഇഷ്ടം. പക്ഷെ പേഴ്സണലി എനിക്കങ്ങനെ ലോങ് വീഡിയോസ് കണ്ടിരിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. ഞാൻ ഒരുവിധം എല്ലാവരുടെയും ഷോർട്ട് വീഡിയോസാണ് ഇങ്ങനെ കൂടുതലും ഇരുന്ന് കാണാറുള്ളത്. ലോങ് തീരെ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെപ്പോലെയാണ് എല്ലാവരും, പക്ഷെ അല്ല കേട്ടോ. കുറേ പേർക്ക് എൻ്റെ ലോങ് വീഡിയോസ് ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ട്. കുറേ പോയിട്ട് കുറച്ച് പേർക്കെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ മുന്നിൽ ഞാൻ ജസ്റ്റ് ഒരു 9-10 മിനിറ്റ് ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കാണുമ്പോൾ ആ ഒരു സാധനമായിരിക്കും എനിക്ക് തോന്നിയത്, ആയിരിക്കുമോ എന്നൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ലൂപ്പിൻ്റെ വീഡിയോ എടുക്കാത്തത്. പിന്നെ ഇന്ന് ഞാൻ തീരുമാനിച്ചിറങ്ങിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഇന്ന് നേരത്തെ എനിക്കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഉറപ്പാണ് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ എണീറ്റത്. നാളെ മുതൽ വീണ്ടും എൻ്റെ പഴയ ട്രാക്കിലോട്ട് ഞാൻ പോവും. അപ്പം അതുകൊണ്ട് ഇനി ലോങ് വീഡിയോസ് യാതൊരു ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ ആക്കാമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ കാണിക്കാം. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വീഡിയോ ലോങ് ആക്കണം. സോ ലോങ് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ കാണിക്കണം. പിന്നെ എന്താ അറിയില്ല, ഞാൻ കുറേ എടുത്താൽ പോലും അത് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ടാണ് എഡിറ്റ് ചെയ്ത് വരിക. പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്നോ ചെയ്യുന്നൊന്നും അധികം കട്ട് ചെയ്യില്ല. എന്നാലും എനിക്കറിയില്ല കേട്ടോ. ഇനി എൻ്റെ ആകെ ഒരു ടെൻഷൻ ഈ മൈക്ക് ഞാൻ അത്രയും നേരം സംസാരിച്ചത് റെക്കോർഡായോ ഇല്ലയോ എന്നുള്ളതാണ് കേട്ടോ. സംഭവം ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ഇത് ചതിക്കാറുണ്ട് എന്നെ. പിന്നെ ആരൊക്കെയോ പറഞ്ഞിരുന്നു മൈക്കൊന്ന് ബെറ്റർ ആക്കാമെന്ന്. എനിക്ക് ആഗ്രഹമുണ്ട് ഒരു മൈക്ക് വാങ്ങണം എന്ന്. പക്ഷെ അത് ഞാൻ വിചാരിച്ചു വേണോ വേണ്ടിയോന്ന്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ലോങ് വീഡിയോസ് ഭയങ്കര കുറവാണ്. അപ്പം അതുകൊണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും ഒരു 10K 12K എന്തോ ഉണ്ട് ആ ഒരു മൈക്കിൻ്റെ സെറ്റിന്. ഹോളി ലാൻഡോ സംതിങ് ആണ് ആ ബ്രാൻഡിൻ്റെ പേര്. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വാങ്ങാം. കാരണം ഒന്നുകൂടെ ലോങ് വീഡിയോസിൽ ആക്റ്റീവായി ഒന്ന് ഉള്ളിലോട്ട് ആഴ്ന്ന് ചെല്ലുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ പ്രൊമോഷൻ വീഡിയോ, അതായത് നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയിട്ടുള്ള പ്രൊമോഷൻ വീഡിയോ ഒക്കെ എടുക്കുകയാണവർക്ക് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഞാനത് പുറത്ത് പോയിട്ടുള്ള അങ്ങനെ എടുക്കാറുമില്ല. പിന്നെ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നപ്പോഴേക്കും നീണ്ടു പോയി വീണ്ടും. അപ്പം എന്തായാലും ഇപ്പോൾ ഒരു 4:15 ആവാനായിട്ടുണ്ട്. ഞാൻ കുറേ നാളായി എൻ്റെ പ്രിയപ്പെട്ട കോഫി ഉണ്ടാക്കിയിട്ട്. ഇത്രയും നാൾ ഇടയ്ക്കുണ്ടാക്കും, പിന്നെ ബ്ലാക്ക് കോഫി ഉണ്ടാക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ നാളായി വൈറ്റ് കോഫി ഉണ്ടാക്കിയിട്ട്, അതായത് നോർമൽ കോഫി ഉണ്ടാക്കിയിട്ട്. അയ്യോ, നാളൊരു വീഡിയോ ഇട്ടത് എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. ഈ ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ ഇതിൻ്റെ ഒക്കെ പേരിൽ തല്ലായിരുന്നു ഗൈസ്. എനിക്കറിയില്ല, ചിലപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിൽ ഇനി വേറെ പേരാണോ എന്ന്. പക്ഷെ എൻ്റെ ഇവിടെ എങ്ങനെയാണ് പറയുക കേട്ടോ, ബ്ലാക്ക് കോഫി, അതായത് കട്ടൻ കാപ്പി, അതാണ് ബ്ലാക്ക് കോഫി വിത്തൗട്ട് പാല്. പിന്നെയാണ് ടീ എന്ന് വെച്ചാൽ പാൽ ഒഴിച്ചിട്ടുള്ളത്, ഒരു നോർമൽ ടീ. ബ്ലാക്ക് ടീ എന്ന് വെച്ചാൽ പാൽ ഒഴിക്കാത്ത ജസ്റ്റ് ടീ പൗഡർ മാത്രം ഇട്ടിട്ട്. സെയിം പ്രോസസ്സ് തന്നെ ടീ പൗഡറും കോഫി പൗഡറും തമ്മിലൊരു വ്യത്യാസമുള്ളൂ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ എക്സ്പ്ലനേഷൻ കൊടുക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ഓക്കെ, എന്തായാലും ഞാൻ ഐക്കോണിക് കോഫി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ മൈക്ക വെച്ചിട്ട് ഇതാക്കുന്നില്ല, കാരണം കോഫി ഉണ്ടാക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. എന്നാലും ചിലപ്പോൾ എനിക്കിങ്ങനെ സംസാരിച്ചിരിക്കാൻ തോന്നിയാലോ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് പതുക്കെ നമ്മൾ അടുക്കളയിൽ പോയി കോഫി ഉണ്ടാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചു മൈക്കൊക്കെ വെച്ചിട്ട് എന്തായാലും വർത്താനം പറഞ്ഞ് നമുക്ക് വീഡിയോ എടുക്കാമെന്ന്. കറക്റ്റ് വീഡിയോ ഓണാക്കിയ സമയത്ത് കറണ്ട് പോയി. കറണ്ട് പോയതുകൊണ്ട് ഇവിടുത്തെ ലൈറ്റ് വർക്ക് ആവില്ല. കറണ്ട് പോയാൽ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അത് കുറച്ച് ബ്രൈറ്റാണ്. കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ തൽക്കാലം ഫ്ലാഷൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എൻ്റെ കോഫി മേക്കിങ്ങിലോട്ട് കിടക്കാം. നമ്മൾ മറന്നു ഗൈസ്, കറണ്ട് പോയ ഈ പ്ലഗ് വർക്കാവില്ല. സത്യം പറഞ്ഞാൽ അപ്പം നിങ്ങൾ വിചാരിക്കും കറണ്ട് പോയി ഒന്നും വർക്കാവില്ലല്ലോ എന്ന്. പക്ഷേ ഇൻവെർട്ടറിൽ കണക്ഷൻ കൊടുത്തിട്ടുള്ള സ്വിച്ചിൻ്റെ അവിടെ മാത്രമേ വർക്കാവുള്ളൂ, ഇവിടുത്തെ സ്വിച്ചിന് കണക്ഷൻ ഇല്ല. അപ്പം എന്തായാലും ഇപ്പോൾ ചായ കുടിക്കാൻ നമുക്ക് വിധിയില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാം.
ഐ മീൻ കോഫി കുടിക്കാം. അപ്പോൾ അതുവരെ കറണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗായ്സ്, അങ്ങനെ നീണ്ട ഒരു 1.25 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ കറണ്ട് ഇങ്ങോട്ട് വന്നത്. ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എന്തോരം നേരമെന്നറിയോ? സാധാരണ കറണ്ട് പോയാൽ പെട്ടെന്ന് വരാറുള്ളതാണ്, പക്ഷെ ഇതെന്തോ പെട്ടെന്ന് വന്നില്ല. കുഴപ്പമില്ല. അപ്പം നമുക്ക് നമ്മുടെ കോഫി മേക്കിങ്ങിലോട്ട് പോവാം. ഇത്രയും നേരം ഞാൻ വീഡിയോ എടുക്കുകയാണെന്നുള്ള ഒരു കാര്യമേ ഞാൻ മറന്നു. പിന്നെ എൻ്റെ ഇടയിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ഞാൻ ഒരു ബണ്ണ് കഴിച്ചു, ക്രീം ബൺ, ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിലുള്ള ക്രീം ബൺ. ഇത് മൊത്തം 4 ഉണ്ടായിരുന്നു. അതിൽ 3 ഞാൻ തീർത്തു. ഒരെണ്ണം ഇന്നലെ കഴിച്ചു, 2 ഇപ്പം കഴിച്ചു. എന്ത് സൗണ്ട് വരുന്നു? അപ്പോൾ അതാണ് ഇപ്പം ആകെ ഉണ്ടായത്. പിന്നെ ഞാൻ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. റീൽസും ഷോർട്സും അങ്ങനെ ഷോർട്സും റീൽസും ഒക്കെ കണ്ടിങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. ഞാൻ ഈ സംഭവങ്ങളുടെ ലിങ്ക് കൊടുക്കാം ഗൈസ്. ഈ ഒരു ഫുൾ ഏരിയ നമ്മൾ മേക്ക് ഓവർ ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട് ശരിയാക്കി എടുത്തൊരു ഏരിയ ആയിരുന്നു. അത്ര കഷ്ടപ്പാടല്ല, എന്നാലും പറയാ. അങ്ങനെ ഷുഗർ കോഫി ടീ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ സംഭവം ഇവിടെ വെക്കണം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഒക്കെ 800-700 റുപ്പീസൊക്കെ. അപ്പം അതിൻ്റെ ആ റേറ്റിനുള്ള ലുക്ക് ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്നാലും അതൊക്കെ ഔട്ട് ഓഫ് ബഡ്ജറ്റാണ് എനിക്ക്. അപ്പം അതുകൊണ്ട് ഇത് 170 റുപ്പീസിന് 3 എനിക്ക് കിട്ടി. ഇപ്പോൾ പക്ഷെ അത് 200 ആയി. എന്നാലും വാങ്ങാൻ വേർത്താണ് കേട്ടോ സംഭവം. പിന്നെ ഈ സ്റ്റാൻഡ് ഇതേ 200 ആയിരുന്നു. പിന്നെ ഈ ഒരു സെറ്റ് 250. പിന്നെ ഇവിടെ ലഡുവിൻ്റെ ബോക്സാണ് ഇവിടെ ഇരിക്കുന്നത്. ലഡു എന്നൊക്കെ വെച്ചാൽ അങ്ങനെ കഴിഞ്ഞു കിട്ടില്ല. ലഡു കോമൺ ആയിട്ട് വാങ്ങുന്നൊരു സംഭവം അല്ലല്ലോ. ചെറിയൊരു വിശേഷമുണ്ട് നമ്മുടെ വീട്ടിൽ, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇങ്ങനെ ഇവിടെ കുക്കിങ്ങിൻ്റെ ഇടയിൽ വെച്ചിട്ട് പറയണമെന്നില്ല, എന്നാലും ഞാൻ പറയാണ്. നഴ്സ് പീരിയഡ്സ് ആയി. അങ്ങനെ നഴ്സും വുമൺഹുഡിലോട്ടും കടന്നിരിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറയാമെന്നാണ് വിചാരിച്ചത്. നമ്മൾ 7-8 ദിവസം നമ്മളിങ്ങനെ മധുരമൊക്കെ വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, നീലുവിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ട് അപ്പം പറയാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഏതായാലും ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ വിചാരിച്ചു. ഇപ്പോൾ താഴെ വരുന്നൊരു കമൻറ്റ് നഴ്സിൻ്റെ പീരിയഡ്സ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആവും എന്തായാലും ഗൈസ് സത്യം പറഞ്ഞാൽ അത് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അവരെന്തായാലും ഒരു ഏജ് ആവുമ്പോൾ അത് ചെയ്യും ഉറപ്പായിട്ട്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം അവർ ജസ്റ്റ് 8ലായിട്ടുള്ളൂ രണ്ടുപേരും. എന്തായാലും അത് ചെറിയ സ്റ്റാൻഡേർഡ് എന്നല്ല ഞാൻ പറയുന്നത് പഠിക്കുന്നത്. പക്ഷെ അവരുടെ ചാനലിൽ അവരൊരു ഏജ് ആകുമ്പോൾ തന്നെ ഇപ്പം കുറേ പേര്, എത്ര വലിയ ചേച്ചിമാർ അവർ ചെറുപ്പത്തിലത്തെ പീരിയഡ്സ് എക്സ്പീരിയൻസ് പറയുന്നു. അപ്പം അങ്ങനെ എന്തായാലും നഴ്സും നീലും കൂടെ ഒരുമിച്ചിരുന്നിട്ടാവും ചിലപ്പോൾ അവരുടെ പീരിയഡ്സ് എക്സ്പീരിയൻസ് ഇൻ ഫ്യൂച്ചർ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെ പറയരുത്. കാരണം ആ ഒരു മെയിൻ അക്കൗണ്ടിലാണ് ഈ കമൻറ്റ് വരുന്നത്. ആൾക്ക് തന്നെയാണ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഇപ്പോൾ താല്പര്യമില്ല, അവർക്ക് പറ്റിയൊരു ഏജ് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നീലുവിൻ്റെ ഇതിൻ്റെ താഴെ. അപ്പോൾ പിന്നെ ആൾ 2 ദിവസം കമൻറ്റ് ഇട്ടില്ല. പിന്നെ വീണ്ടും ആൾ കമൻറ്റ്സ് ഇട്ട് തുടങ്ങി എക്സ്പീരിയൻസ് പറയും ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ റിപ്ലൈ ആയിട്ട് വരുന്നുണ്ട്, ഇവർക്ക് പറഞ്ഞാൽ ഇപ്പം എന്താ വരാൻ പോണത്, ഇത് പീരിയഡ്സ് ആണെന്നുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെയല്ലേ വന്ന് പറഞ്ഞതെന്ന്. ഓഫ്കോഴ്സ് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ പറയുന്നത്. അല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ AI വോയിസ് ഓവറൊന്നും ചെയ്തിട്ടല്ല വീഡിയോയിൽ ഇട്ടത്. പക്ഷേ എന്നാൽ നമുക്ക് ഒരു ഇതുണ്ടാവില്ല ഇത് പറയാൻ. അതായത് അവരാണ് അവരുടെ പീരിയഡ്സ് എക്സ്പീരിയൻസ് പറയുന്നത്, ഞാനല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കത് പറയാനുള്ളൊരു മെച്യൂരിറ്റി ആയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ 2 കുഞ്ഞോമനകളായിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും അവരെ കാണുന്നത്. അവർ വലുതായിട്ടില്ല ആണ് എൻ്റെ ഒരു പോയിന്റ്. അതായത് എൻ്റെ കണ്ണുകളിലൂടെ അവർ വലുതായിട്ടില്ല. ഞാൻ കുറച്ച് ഭയങ്കര വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുന്നുണ്ട് തോന്നുന്നു. കുഴപ്പമില്ല. അപ്പം എന്തായാലും ഇത് തിളച്ച ചൂടാണ്. ഇതെന്തായാലും ഞാനിങ്ങനെ വലിയ മെയിനായിട്ട് തിളച്ച ചൂടിൽ കുടിക്കാൻ നോക്കിയിട്ട് വായ പൊള്ളിയിട്ടുണ്ട് ഒരുപാട് തവണ. അപ്പം അതുകൊണ്ട് ഞാനിപ്പം അങ്ങനെ മെയിൻ ആവാറില്ല. ഇപ്പം ഞാൻ ഫാൻ്റെ അടിയിൽ കൊണ്ട് കുറച്ച് നേരം വയ്ക്കും. അപ്പം ഒന്ന് കുടിക്കാനുള്ള ചൂടായിരിക്കും. അപ്പം നമുക്കിത് ഡൈനിങ് ഹാളിൽ അവിടെ കൊണ്ടുവയ്ക്കാം. പറഞ്ഞ പോലെ കോഫി ചൂടാറുന്ന നേരം കൊണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചു. തിരുമ്പി കഴിഞ്ഞ് നമ്മൾ ആ ചെയറിലാണ്ടോ കൊടുന്നിടുക. അപ്പോൾ അതിങ്ങനെ ഫ്രണ്ടിൽ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്തായാലും ഫുള്ള് മടക്കി വെക്കാൻ തോന്നും. അതുകൊണ്ടാണ് ഇവിടെ കൊടുന്ന് വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഡ്രസ്സ് ഉണ്ടായിരുന്നു. സോ ഇത് ഞാൻ ഒറ്റയ്ക്ക് മടക്കി. അതൊക്കെ ഞാൻ സ്ഥിരം ചെയ്യാറുള്ളതായതുകൊണ്ട് എനിക്കിതൊന്നും അത്ര വലിയ പണിയല്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് അത്ര ഭയങ്കര ഭംഗിയിലൊന്നല്ല ഞാൻ മടക്കാറ്, വെറുതെ ഇങ്ങനെ മടക്കി വയ്ക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. സോ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ ഇതേ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഡൈനിങ് ടേബിളും അത് മടക്കി വെച്ചിട്ടുള്ളതെന്ന്.
അത് ഓൾറെഡി ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയ ആണ്, നോട്ട് ദ പോയിന്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ മടക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഡ്രസ്സ് ഡ്രൈ ആയതിനു ശേഷം അവിടെ ആ ചെയർമയാണ് കൊണ്ടിടാറുള്ളത്. എന്നിട്ട് മടക്കുകയാണ് ചെയ്യുക കേട്ടോ. അതിനിപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ടാവും, ജസ്റ്റ് ക്ലിയർ ചെയ്തതാണ് ഗൈസ്. ഞാൻ ഈ ഗ്ലാസ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. സംഭവം 250 ഇല്ല 236 സംതിങ് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. 6 സെറ്റായിരുന്നു. ആൻഡ് അത് നല്ലതായിരുന്നു. കാരണം ഷോപ്പിലൊക്കെ പോയാൽ അതിനെക്കാട്ടിയും കൂടുതൽ റേറ്റ് ഉണ്ടാവും, എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഇതാണെങ്കിൽ അത്യാവശ്യം ഒരു കുഞ്ഞിതാണ്. ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സെയിം സെല്ലർ തന്നെ ഇതിന് തൊട്ട് വലുതുണ്ട്, ഒരു 360 സംതിങ്. അപ്പോൾ പക്ഷെ ഞാനിത് കുറേ പേരുടെ ചാനലിൽ കണ്ടിട്ട് അങ്ങനെ മേടിച്ചതാണ്. ഞാൻ ഇന്നാളെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കാണുന്ന കുറച്ച് ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ഉണ്ട്, സോ അതിൻ്റെ ലിങ്ക് കണ്ട് വാങ്ങിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ആരൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്കങ്ങനെ ഫേവറേറ്റ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, ഫേവറേറ്റ് മീൻസ് ഒരാൾ മാത്രമല്ല കേട്ടോ, അവരെ വീഡിയോസ് ഇങ്ങനെ കണ്ടിരിക്കാൻ എനിക്കിഷ്ടമാണ്. ട്വിൻ സ്റ്റാർ, PK കപ്പിൾസ്, പിന്നെ ഡിഞ്ചു എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ആളുടെ ഗാർഡനിങ് വീഡിയോസാണ് ഇപ്പോൾ ആദ്യം ചെയ്തു തരുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ കണ്ടിരുന്നു, ഇപ്പോഴും ഞാൻ കാണാറുണ്ട്. പിന്നെ കടൽ ക്ലൗഡ്, അയ്യോ ഒരുപാട് പേരുണ്ടല്ലോ, ഒക്കെ പേരൊന്നും ഓർമ്മ വരുന്നില്ല. ഗ്ലാമി ഗംഗ, അസ്വി മലയാളം. അസ്വി മലയാളമൊക്കെ എൻ്റെ സ്ഥിരം ഫീഡിൽ വരുന്നൊരു ചാനലാണ്. അത് ഞാൻ എപ്പോഴും കാണാറുള്ള ഷോർട്സൊക്കെ ഇവരുടെയൊക്കെ ഷോർട്സ് തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും കാണാറുള്ളൂ. പിന്നെ നെറിൻ ചേച്ചി, അതുപോലെ കല്യാണി ചേച്ചി, നെറിൻ ചേച്ചി, കല്യാണി ചേച്ചി, രവീണ ചേച്ചി, 3 ചേച്ചീസ്. അപ്പോൾ അവരെ വീഡിയോസ് കാണാറുണ്ട്. അവരൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ടല്ലേ, ശരിയാ. ഇന്നിപ്പോൾ ഇത്ര അധികം പേരുണ്ടെന്ന് മനസ്സിലായത്. കാവ്യാസ് വേൾഡ്, അവരൊക്കെ ഞാൻ വീഡിയോസ് കാണുന്ന ഒരു ആളാണ്. ഇനി ക്ലാസ് വാങ്ങിച്ചത് ഡിഞ്ചു എന്ന് പറഞ്ഞ ചേച്ചിയുടെ ചാനൽ കണ്ടിട്ടാണ് കേട്ടോ. അയ്യോ ഡിഞ്ചു ഡേവിസ് എന്നാണ് തോന്നുന്നു ചാനലിൻ്റെ പേര്. അതിലത്തെ ചേച്ചിയുടെ പേര് അതാണ്, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഗ്ലാസ് വാങ്ങിച്ചത്. ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വഴി കയറി ഞാൻ വാങ്ങിച്ചതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. അതുപോലെ തന്നെ മറ്റ് ചാനലിൽ നിന്നൊക്കെ ഞാൻ ലിങ്ക് കയറിയിട്ട് തന്നെയാണ് അവരുടെ സാധനങ്ങൾ. ശ്രുതി ടിപ്സ് ആൻഡ് വ്ളോഗ്സ്, അതിലത്തെ ശ്രുതി ചേച്ചിയും ആ ചേച്ചിനെയൊക്കെ ആയിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നെറി ചേച്ചിനായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്, കാവ്യ ചേച്ചിനായിട്ടുണ്ട്. പിന്നെ ഇത്ര പേരെന്നെ തോന്നുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഭയങ്കര വർത്താനക്കോച്ചിയായിട്ട് വരുന്നില്ലേ ഗൈസ്. ഇതുകൊണ്ടാണ് ഞാൻ മൈക്ക് വയ്ക്കാത്തത്. മൈക്ക് വെച്ച് ഞാൻ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ കണ്ടൻറ് റിലേറ്റഡ് ആവില്ല, ഞാൻ ഇങ്ങനെ വളവള പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ചെറിയ അങ്ങനൊരു കുഴപ്പമുണ്ട്. ഇനി എനിക്ക് മടക്കി വെക്കാൻ എനിക്ക് ഓക്കെയാണ്. പക്ഷെ ഇതൊക്കെ ഇനി ഓരോ റൂമിൽ കൊണ്ടുപോകണം, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതായത് എൻ്റെ ഡ്രസ്സ് എൻ്റെ റൂമിൽ, പിന്നെ അമ്മയുടെ ഡ്രസ്സ് അമ്മയുടെ അച്ഛൻ്റെ റൂമിൽ, അച്ഛൻ്റെ അവിടെ തന്നെ. പിന്നെ നീലുവിൻ്റെ റൂം ഫ്രണ്ടിലാണ്, സോ ആ റൂമിലാണ് നീലുവിനും നെർസിനും ഡ്രസ്സ് വെച്ചിട്ടുള്ളത്. പിന്നെ ഹോം ടൂർ ചോദിക്കുന്നതായിരിക്കും. ഞാൻ ഹോം ടൂർ എടുക്കാൻ ഭയങ്കര പീക്ക് ലെവൽ വരെ പ്രിപ്പയർ ചെയ്തായിരുന്നു. അതങ്ങ് ലാസ്റ്റ് മൂന്ന് തകിടുപിടി. എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ, പിന്നെ സൈഡിലൊരു പണികളുണ്ടായിരുന്നു, ഫ്രണ്ടിൽ ഗ്രാസും കാര്യങ്ങളൊക്കെ കളയായിരുന്നു. അപ്പോൾ ഒക്കെ കൂടെ വീണ്ടും അത് ക്യാൻസലായിപ്പോയി. ഇതെനിക്കിങ്ങനെ തുമ്പത്തെത്തും പിന്നെയും പോവും. അങ്ങനെയാണ് എൻ്റെ ഹോം ടൂർ കഥ. അതല്ലാണ്ട് പർപ്പസ്ഫുള്ളി ഞാൻ ചെയ്യാതിരിക്കുന്നതല്ല കേട്ടോ. ഞാൻ ഇന്നത്തെ കാപ്പിയിൽ ആക്ച്വലി ഏലക്ക ഇടണം എന്ന് വിചാരിച്ചു. എനിക്ക് ഏലക്കൊക്കെ ഇട്ടിട്ടുള്ള കാപ്പി ഭയങ്കര ഇഷ്ടം, കാപ്പിയും ചായയൊക്കെ. പക്ഷെ ഞാൻ മറന്നു. നമ്മൾ വർത്താനം പറഞ്ഞിട്ടായിരുന്നില്ലേ ഉണ്ടാക്കിയത് ചായ കോഫി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറന്നുപോയി. കുഴപ്പമില്ല, ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ. ഗൈസ്, നമുക്ക് ഇപ്പോൾ ഒരു ടെസ്റ്റ് നടത്താം. എത്രത്തോളം വർക്കാവുമെന്ന് അറിയില്ല. ആൻഡ് ബൈ ദ ബൈ വരുന്ന ആളെ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ തോന്നുന്നില്ല. എന്നാലും ട്രൈ ആട്ടോ. ടോഫി പാപ്പു വരുന്നു ഗൈസ്, എൻ്റെ ടോഫി. പാപ്പു ആണ് ആളുടെ വീക്ക്നെസ്. വാ ഒന്ന് മുന്നിക്ക് വരുമോ, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന്. എഗെയിൻ 0 ഷേവ് ചെയ്തു അവന്. പ്രാവെന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം അവന്. എന്തോ ഒരു മുൻകാല കോപം ആ പാവം പ്രാവിനോടുണ്ട് അവന്. പ്രാവിനെ എപ്പോൾ കണ്ടാലും അതിനോടി എത്തും ഗൈസ്, ദുഷ്ടൻ. മുരളുന്നുണ്ട്, കുറച്ച് എനിക്ക് പേടിയാവും പെട്ടെന്ന്. പറയുമ്പോൾ കുറച്ച് മാസമായി ഈ കുട്ടി ഇവിടെ വന്നിട്ട്, എന്നിട്ട് എനിക്ക് പെട്ടെന്ന് കുറച്ച പേടിയാണ്.
ഇവന് ഇപ്പൊ വീണ്ടും സീറോ ഷേവ് ആക്കാൻ കാരണം ഇവന്റെ സ്കിൻ അലർജി ഉണ്ടായിരുന്നു. അയ്യോ പൂച്ച, ദൈവമേ കാണണ്ട. ഇല്ല അല്ലേ ഉണ്ണി? ഇവന് സീറോ ഷേവ് ആക്കാനുള്ള കാരണം ഇവന് സ്കിൻ അലർജി ഉണ്ട്. സോ അത് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാം, കണ്ടോ ഇവിടെ ഒക്കെ ഒരു പുള്ളി പോലെ. സോ അത് അവന്റെ സ്കിൻ അലർജിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നേ അതുപോലെ സ്കിൻ അലർജി വന്നിട്ട് തന്നെ ഫുള്ള് കളഞ്ഞ്. പക്ഷെ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ ആ ട്രീറ്റ്മെന്റ് ശരിക്കും ഓക്കെ വർക്കായില്ല. അപ്പോൾ നമ്മളിപ്പോൾ വേറെ ഡോക്ടറെ കാണിക്കണത്. വേറെ നമ്മൾ ആദ്യം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫ്രണ്ടിലത്തെ ഫുൾ ലൈക്ക് ഹെയർ ഫുള്ള് കളഞ്ഞു. അപ്പൊ അവിടുത്തെ മാത്രം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിവന് വീണ്ടും മൊത്തം അടിച്ചു ഗൈസ്. ഇതാ ടോഫിയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവരെ ഫേസ്, ഇവരെ മുഖത്തിന്റെ ഒരു ക്യൂട്ട്നെസ് ഇരിക്കുന്നത് ആ മുടിയിലാണ്. ഇത് പിന്നെ ഇവന്റെ രണ്ടാമത്തെ ഷേവ് ആയിട്ട് ഞങ്ങൾക്കിപ്പോ കാണുമ്പോൾ അധികം ഒരു ട്രോമ പോലെ തോന്നില്ല. ഇവൻ ആദ്യമായിട്ട് ഷേവ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ ആകെ ഷോക്കായി പോയി. കാരണം നമ്മൾ ആ ലുക്കിൽ ആദ്യമായിട്ട് അവനെ കാണുമ്പോൾ അയ്യോ സത്യം പറഞ്ഞാൽ അങ്ങനെയായിപ്പോയി. അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ എന്നാലും പേടിയായി പെട്ടെന്ന് കണ്ടപ്പോൾ. ഒരു പ്രത്യേക ഒരു ജീവി പോലെയായിരുന്നു അവനെ കാണാൻ. സോറി കേട്ടോ, അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ എന്നാലും നമ്മളങ്ങനെ പെട്ടെന്ന് പേടിച്ച് പോവും അവനെ കണ്ടിട്ട്. ഇവിടെ ഇരുന്നാ മതി. ബെൽറ്റ് ഒന്നും ഇല്ലാത്തതാ. അവിടെ ഇരുന്നോ ടോഫി, സിറ്റ്. അനുസരണ കേട്ടോ, അതാണ് ഇരിക്കാത്തത്. അവിടെ ഇരുന്നോ, ഒന്നിരിക്കുവോ? ആൻഡ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ക്ലിപ്പ് ഹോം ടൂർ ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എൻ്റെ ഗാർഡൻ ടൂർ നമുക്കൊന്ന് കാണാം. സോ ബേസിക്കലി ഇതാണ് നിലം. ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോൾ എൻ്റെ വീടായി. ഇവിടെ എൻ്റെ പൊടി പിടിച്ച കാറ്, എൻ്റെ അല്ല അച്ഛൻ്റെയും അമ്മയുടെയും. അപ്പം അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് കുറച്ച് പൊടി പിടിച്ചിരിക്കുകയാണ്, ഒന്ന് ഇഗ്നോർ ചെയ്യണം. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം. ഇവിടെ ഒക്കെ പുല്ലായിരുന്നു, അത് ഇന്നലെ ഫുള്ള് ചെത്തി ക്ലീൻ ചെയ്താണ്. ഇവിടെ കാട് മാതിരിയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് നല്ല സെറ്റായിരുന്നു കേട്ടോ ഫ്രണ്ടൊക്കെ. ഈ മെറ്റലൊക്കെ ഇട്ടിട്ടില്ലേ, ഇവിടെ ഫുൾ നമ്മൾ ഇതായിരുന്നു, ഗ്രാസ് ആയിരുന്നു, ഒറിജിനൽ ഗ്രാസ്. ഫുള്ള് നല്ല ഭംഗിയായിരുന്നു ആക്ച്വലി കാണാൻ. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് അതതിൻ്റെ സ്വഭാവം കാണിച്ചു. അത് ഫുള്ളിങ്ങനെ കാട് പോലെയായി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതുപോലത്തെ നോർമലി വളരുന്ന സംഭവങ്ങളില്ലേ, അതും കൂടെ വളർന്ന ആകെ ആ ഭാഗമൊക്കെ ഡാമേജ് ആയി. അപ്പം നമ്മൾ ഈ പുല്ല് ഫുൾ പറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ മെറ്റലിട്ടാലും അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ അതിൻ്റെ ഒരു ടച്ച് ഉണ്ടാവുമല്ലോ, അതാണ് ഈ വളർന്നു വരുന്നത്. പക്ഷെ ഈ ഭാഗത്തു നിന്നുള്ളത് ശരിക്കും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അവിടെ ഇങ്ങനെ പുല്ല് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് എൻ്റെ ലാൻഡ്സ്കേപ്പ്. പിന്നെ ഇതാണ് എൻ്റെ വീടിൻ്റെ ഉമ്മറം. ഇതൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്ന ഉമ്മറാണ് കേട്ടോ. എൻ്റെ വീട് പണിതിട്ട് ഇപ്പം 8 വർഷമായിട്ടുണ്ട്. സോ 8 വർഷം ആയതുകൊണ്ട് തന്നെ 8 വർഷം മുന്നല്ല, ആ ടൈമിൽ ട്രെൻഡിങ് ആയിരുന്ന ഐറ്റംസ് ഒക്കെയാണ് എൻ്റെ വീടിനകത്ത് ചെയ്തിട്ടുള്ളത്, പുറത്താണെങ്കിലും. അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ പഴയ മോഡൽ അങ്ങനെ തോന്നാം കേട്ടോ. കാരണം സാധാരണ മിക്കവരും ഹോം ടൂർ ചെയ്യാം, മോസ്റ്റ് പ്രോബബ്ലി അവരുടെ വീട് പണി കഴിഞ്ഞതിന് ശേഷം ഫ്രഷ് ഹോം ആയിരിക്കും. സോ എൻ്റെ ഫ്രഷ് അല്ല, 8 വർഷം പഴക്കമുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞത്. അച്ഛമ്മ വിചാരിച്ച ഒറ്റയ്ക്ക് വർത്താനം പറയാന്ന്. അച്ഛമ്മ ഒരു ഹലോ പ്ലീസ്. ഓക്കെ, അച്ഛമ്മയുടെ സൗണ്ട് ഇതിൽ കേട്ടിട്ടുണ്ടാവില്ല, കാരണം ഞാൻ മൈക്ക് വെച്ചോട്ട്. ഈ വരുമ്പോൾ ഇങ്ങനെയാണ്. ഞങ്ങളുടെ ഒരു നീണ്ട ഉമ്മറാണ്, അത്യാവശ്യം നീളമുള്ളതാണ്. പിന്നെ നമ്മുടെ ഷൂ സ്റ്റാൻഡ്, അത് ഞാൻ നാളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് സെറ്റ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഇവിടെ 3 കസേര ഉണ്ട്. ആൻഡ് വിസ്മയം, ഇത് ആക്ച്വലി എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടോ എന്നെ മൂത്ത മകളായ എന്നെ ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ സംഭവം. ഇവർ ഈ വീട് പണിയുന്നതിനെക്കാട്ടി മുന്നേ തന്നെ വീട് പണിയുന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവില്ലേ, അപ്പോൾ ആ പ്ലാൻ ഉള്ളപ്പോൾ അമ്മയ്ക്ക് അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നു വിസ്മയം എന്നൊരു പേരിടണം എന്ന്. അത് എന്നോടുള്ളൊരു ഇഷ്ടക്കൂടുതൽ കൊണ്ടൊന്നും അല്ല, അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്ത്, അല്ലെങ്കിൽ വീട് പണി കഴിഞ്ഞിട്ട് ഒരു 7 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ബോർഡ് ഇവിടെ വെച്ചത്. ഇപ്പോൾ അടുത്താണ് വെച്ചത്. എനിക്ക് ഈ ഒരു പേജിൻ്റെ കൊളാബ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ സെലക്ട് ചെയ്ത് പേരും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോഴാണ് മമ്മി പറഞ്ഞത് അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് കോയിൻസിഡൻസ് ആയിട്ട് സാധിക്കാൻ പറ്റി. എൻ്റെ കൈ നന്നായിട്ട് കടയുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും
എൻ്റെ ഹോമിൻ്റെ ഔട്ടർ ടൂറും അതുപോലെ സിറ്റ് ഔട്ട് ടൂറും ഞാൻ ചെയ്തു. ഇനി ബാക്കി ഇൻഡോർ, അത് നമുക്ക് പിന്നെ ചെയ്യാം. എൻ്റെ കൈ അതെന്തായാലും നമുക്ക് പിന്നെ ചെയ്യാം എന്നാണ് ഞാൻ ഇപ്പോൾ തീരുമാനിക്കുന്നത്. മൈക്ക് വെച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം, എന്താണെന്നറിയില്ല. ടോഫിയുടെ എനിമി, പിന്നെ അവിടെ എൻ്റെ പാപ്പൻ്റെ വീട്, പണി നടന്നുകൊണ്ടിരിക്കണു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. രാത്രിയായപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ക്യാമറ ഇങ്ങനെ തിരിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, വൈഡ് ആംഗിളിൽ എടുക്കണോണ്ട് ഞാനിത് ഫുള്ള് ഇങ്ങനെ ബ്ലറായി പോയത് ഫുള്ള് എടുത്ത് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അതാണെങ്കിൽ മാറ്റാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇംഗ്ലീഷ് നോട്ട്സാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്, മെറ്റയുടെ സഹായം കൊണ്ടാണ് എഴുതുന്നത്. ഇത് വേറെ നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ട കുറച്ച് നോട്ട്സ്, അപ്പോൾ ഫുൾ മെറ്റയല്ല, ഞാനും മെറ്റയും കൂടെ മിക്സ് ആയിട്ടാണ് അങ്ങനെയാണ് എഴുതാറ്. ഫുള്ള് ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ് അതിൻ്റെ ആൻസർ എഴുതിയെങ്കിൽ അത്ര മീനിങ് ഫുൾ ആയിരിക്കില്ല. അപ്പോൾ ഒന്നുകൂടെ ഇതിന്ന് പോയിൻറ്റ്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് അങ്ങനെയാണ് എഴുതാറുള്ളത്. ChatGPT കുറേ യൂസ് ചെയ്യുക, പക്ഷേ ഞാൻ മെറ്റയാണ്, കാരണം ChatGPT ഡൗൺലോഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മെറ്റയാണെങ്കിൽ വാട്സപ്പിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ എപ്പോൾ എന്ത് നോട്ട്സ് ചെയ്താണെങ്കിലും പാട്ടൊക്കെ കേട്ടിട്ടാണ് എഴുതാറുള്ളത്. സോ ഓൾറെഡി ഞാൻ ചെവിയിൽ ഇയർപോഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, പാട്ടൊക്കെ വെച്ചിട്ട് ആ ഒരു ബ്ലാക്ക് സംഭവം നോക്കിയാൽ കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് അതുമ്പോൾ തൊടുന്നത് ഞാൻ ഓരോ പാട്ട് മാറ്റുകയാണ് കേട്ടോ. ഓരോന്ന് മാറ്റുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റിക്കൊണ്ടേ ഇരിക്കും, അതാണ് ഇടയ്ക്കിടയ്ക്ക് അതുമ്പോൾ പോയി പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഒരു അടിപൊളി വ്ളോഗായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.